കേരളത്തിലെ റോഡുകളിലൂടെ ചരക്ക് നീക്കം നടത്തുന്നത് വലിയ ഭീഷണിയായതിനാൽ ചരക്ക് നീക്കത്തിന് റെയിൽവേയെ ആശ്രയിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തലത്തിൽ ആലോചന നടത്തുമെന്ന് കേന്ദ്രമന്ത്രി ഇ അഹമ്മദ് പറഞ്ഞു. ചാലയിൽ ഗ്യാസ് ടാങ്കർ ദുരന്തം നടന്ന ഇടങ്ങൾ ഇ അഹമ്മദ് സന്ദർശിച്ചു. കേരളത്തിലെ റോഡുകളിലൂടെ അപകട സാധ്യതയുള്ള ചരക്ക് നീക്കം നടത്തുന്നത് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചരക്ക് നീക്കത്തിന് റെയിൽവേയെ ആശ്രയിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നത്. ദുരിതബാധിതർക്ക് കേന്ദ്ര സഹായം ലഭ്യമാക്കാൻ പെട്രോളിയം മന്ത്രി ജയ്പാൽ റെഡ്ഡിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി ഇ അഹമ്മദ് പറഞ്ഞു. പെട്രോളിയം മിനിസ്റ്ററുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ എത്തും. അദ്ദേഹത്തോട് എൻ്റെ സ്വന്തമായ കണ്ട അനുഭവം വിവരിക്കുകയും അക്കാര്യത്തിൽ ഉചിതമായ നടപടിയെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാം. കണ്ണൂരിൽ അനുവദിച്ച പിറ്റ് ലൈൻ സംവിധാനം റെയിൽവേ ഉപേക്ഷിച്ചെന്ന വാർത്തയെ പരാമർശിച്ച് ദില്ലിയിൽ ചർച്ച നടത്തി മറുപടി നൽകാമെന്ന് മന്ത്രി പറഞ്ഞു. ചാലയിൽ മന്ത്രി ഇ അഹമ്മദ് മരണപ്പെട്ടവരുടെയും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെയും വീടുകൾ സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർക്ക് പുറമെ ലീഗ് നേതാക്കളായ വി കെ അബ്ദുൽ ഖാദർ മൗലവി, കെ എം സൂപ്പി, വി പി വമ്പൻ, അബ്ദുറഹ്മാൻ കല്ലായി എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു.